സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോണ്ട്, ഡസൻറ്റ് ഇവ ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസ്, അതായത് അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പോകാറില്ല, എടുക്കാറില്ല, നടക്കാറില്ല, ഉറങ്ങാറില്ല, എഴുതാറില്ല, വായിക്കാറില്ല, പഠിക്കാറില്ല, ഇരിക്കാറില്ല, ചോദിക്കാറില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല എന്ന് പറയില്ലേ. അങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഡോണ്ട്, ഡസൻറ്റ് ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് നെഗറ്റീവ് സെൻറ്റൻസ് നമ്മൾ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡു, ഡസ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡു, ഡസ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം ആ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഡോണ്ട്, ഡസൻറ്റ്. ഡോണ്ട്, ഡസൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഡോണ്ട് ഉപയോഗിക്കണം. ഈ സബ്ജക്റ്റുകളുടെ കൂടെ ഡോണ്ട് ഉപയോഗിക്കണം. ഐ, യു, ദേ, വി. സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെ ഡസൻറ്റ് ഉപയോഗിക്കണം. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ? ഹി, ഷീ, ഇറ്റ്, എവരിബഡി അല്ലെങ്കിൽ എവരി വൺ, സംബഡി അല്ലെങ്കിൽ സം വൺ, എനിബഡി അല്ലെങ്കിൽ എനി വൺ, നോബഡി അല്ലെങ്കിൽ നോ വൺ, നെയിം ഓഫ് എ പേഴ്സൺ ഒരു വ്യക്തിയുടെ പേര്, നെയിം ഓഫ് എ പ്ലേസ് ഒരു സ്ഥലത്തിൻ്റെ പേര്, നെയിം ഓഫ് എ തിങ് ഒരു വസ്തുവിൻ്റെ പേര്, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒരു വസ്തുവിൻ്റെ പേര്. സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ ഞാൻ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. ആദ്യം നിങ്ങൾ ഈ സെൻറ്റൻസുകളൊക്കെ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഞാൻ അവിടെ പോകാറില്ല എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇതാണ് സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ. ഞാൻ എന്താണ് സബ്ജക്റ്റ്? ഐയുടെ കൂടെ എന്ത് ഉപയോഗിക്കണം? ഡോണ്ട്. പോവുക, ഗോ. അവിടെ പോവുക, ഗോ ദർ. ഐ ഡോണ്ട് ഗോ ദർ. ഞാൻ അവിടെ പോകാറില്ല. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കുക, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. അവൻ അവിടെ പോകാറില്ല. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ ഇതാണ്. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഡസൻറ്റ് ഉപയോഗിക്കുന്നു, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു. അവൻ അവിടെ പോകാറില്ല. സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ, ഹി ആണ് വരുന്നത്. ഹി വരുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുപയോഗിക്കണം? ഡസൻറ്റ്. ഹി ഡസൻറ്റ് ഗോ ദർ. അവനവിടെ പോകാറില്ല. ഞാൻ അവിടെ പോകാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് ഗോ ദർ. അവൻ അവിടെ പോകാറില്ല എന്ന് പറയുമ്പോൾ ഹി ഡസൻറ്റ് ഗോ ദർ. പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കുക, സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ ഡസൻറ്റ് ഉപയോഗിക്കുക. ഇതാണ് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു നിയമം. എനിക്കറിയില്ല നമ്മൾ സ്ഥിരമായി സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെന്ത്? എനിക്കറിയില്ല. അതിൻ്റെ ഇംഗ്ലീഷും നിങ്ങൾക്കറിയുന്നതായിരിക്കും. ഞാനതവിടെ പറയാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അവൾക്കറിയില്ല. ഇത് സാധാരണ സംസാരത്തിൽ മിക്ക ആളുകളും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സെൻറ്റൻസ് പറയാൻ കാരണം. എനിക്കറിയില്ല എന്നതിന് ഐ ഡോണ്ട് നോ എന്ന് പറയും. പക്ഷേ അവൾക്കറിയില്ല, അവനറിയില്ല എന്ന് പറയുമ്പോഴും ചില ആളുകൾ ഹീ ഡോണ്ട് നോ എന്നും ഷീ ഡോണ്ട് നോ എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ഡസൻറ്റ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്, ഡസൻറ്റ്. അവൾക്കറിയില്ല, ഷീ ഡസൻറ്റ് നോ. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. സബ്ജക്റ്റ് ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഡോണ്ട് ഉപയോഗിക്കുക. ഇനി സ്മോക്ക് ചെയ്യുക, പുകവലിക്കുക, അതിൻ്റെ ഫസ്റ്റ് ഫോം, വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്? സ്മോക്കാണ്. അപ്പോൾ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, ഐ ഡോണ്ട് സ്മോക്ക്. അവൻ സ്മോക്ക് ചെയ്യാറില്ല എന്നാണെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അവൻ സ്മോക്ക് ചെയ്യാറില്ല. സബ്ജക്റ്റ് സിംഗുലറാണ്, ഡോണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ, ഹി ഡസൻറ്റ് സ്മോക്ക്. ഹി ഡസൻറ്റ് സ്മോക്ക്. ഞാൻ സ്മോക്ക് ചെയ്യാറില്ല, ഐ ഡോണ്ട് സ്മോക്ക്. അവൻ സ്മോക്ക് ചെയ്യാറില്ല, ഹി ഡസൻറ്റ് സ്മോക്ക്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ.
അവൾക്കറിയില്ല, ഷീ ഡസൻ നോ. അവനറിയില്ല, ഹി ഡസൻ നോ. അവൾ എന്നെ വിളിക്കാറില്ല. അവൾ, ഷീയുടെ കൂടെ ഡസൻറ്റ്, വിളിക്കുക, കോൾ, എന്നെ വിളിക്കുക, കോൾ മീ. ഷീ ഡസൻ കോൾ മീ. അവൾ എന്നെ വിളിക്കാറില്ല. അവർ എന്നെ സഹായിക്കാറില്ല. സബ്ജക്റ്റ് ഏതാണ്? അവർ. പ്ലൂരൽ സബ്ജക്റ്റാണ്. ദേ. സബ്ജക്റ്റ് പ്ലൂരൽ വരുമ്പോൾ ഡോണ്ട്. ദേ ഡോണ്ട്. സഹായിക്കുക, ഹെൽപ്പ്, എന്നെ സഹായിക്കുക, ഹെൽപ്പ് മീ. ദേ ഡോണ്ട് ഹെൽപ്പ് മീ. അവർ എന്നെ സഹായിക്കാറില്ല. അവൾ കൃത്യസമയത്ത് ഓഫീസിൽ വരാറില്ല. സബ്ജക്റ്റ് ഏതാണ്? അവൾ, ഷീ. ഉടനെ എന്ത് ഉപയോഗിക്കുക? ഡസൻറ്റ്. ഷീ ഡസൻറ്റ്. ഓഫീസിൽ വരിക, അറൈവ് അറ്റ് ദ ഓഫീസ്. ഷീ ഡസൻറ്റ് അറൈവ് അറ്റ് ദ ഓഫീസ്. കൃത്യസമയം, ഓൺ ടൈം. ഷീ ഡസൻറ്റ് അറൈവ് അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. അവൾ കൃത്യസമയത്ത് ഓഫീസിൽ വരാറില്ല. ഞങ്ങൾ അവനോട് സംസാരിക്കാറില്ല. സബ്ജക്റ്റ് നോക്കുക, ഞങ്ങൾ, വി വന്നു കഴിഞ്ഞാൽ പ്ലൂരൽ സബ്ജക്റ്റാണ്, ഡോണ്ട് ഉപയോഗിക്കണം. വി ഡോണ്ട്. സംസാരിക്കുക, ടോക്ക്, അവനോട് സംസാരിക്കുക, ടോക്ക് ടു ഹിം. വി ഡോണ്ട് ടോക്ക് ടു ഹിം. ഞങ്ങൾ അവനോട് സംസാരിക്കാറില്ല. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല. സബ്ജക്റ്റ് എന്താണ്? ഞാൻ, ഐ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഉപയോഗിക്കണം. ഐ ഡോണ്ട്. യാത്ര ചെയ്യുക, ട്രാവൽ. ട്രെയിനിൽ, വാഹനത്തിൽ, കാറിൽ, ബസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ബൈ ട്രെയിൻ. ഇനി ബസ്സിലാണെങ്കിൽ ബൈ ബസ്, കാറിലാണെങ്കിൽ ബൈ കാർ. ഐ ഡോണ്ട് ട്രാവൽ ബൈ ട്രെയിൻ. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാറില്ല. അവൾ എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല. അവൾ, ഷീ വന്നു കഴിഞ്ഞാൽ ഡസൻറ്റ്. ഷീ ഡസൻറ്റ് പർച്ചേസ്. എൻ്റെ ഷോപ്പിൽ നിന്ന്, ഫ്രം മൈ ഷോപ്പ്. അതായത് ഒന്നിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന്, ഷോപ്പിൽ നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ഫ്രം ഉപയോഗിക്കുക. ഷീ ഡസൻറ്റ് പർച്ചേസ് ഫ്രം മൈ ഷോപ്പ്. അവൾ എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാറില്ല. ഞാൻ ബൈക്ക് ഓടിക്കാറില്ല. ഞാൻ, ഐ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ കുതിര ഓടിക്കുക, സൈക്കിൾ ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഡ്രൈവ് പറയാൻ പാടില്ല, റൈഡ്. കാർ ഓടിക്കുന്നതിന് നമ്മൾ ഡ്രൈവ് എന്ന് പറയും. കാറ്, ബസ്, ട്രക്ക്. ഞാൻ ബൈക്ക് ഓടിക്കാറില്ല. ഐ ഡോണ്ട് റൈഡ് എ ബൈക്ക്. ഡോണ്ട്, ഡസൻറ്റ് ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാറില്ല എന്ന സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയുക. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ നമ്മൾ വിശദമായി തന്നെ പഠിച്ചു. പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കുക, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഡസൻറ്റ് ഉപയോഗിക്കുക, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇനി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. അതെന്താണ് ഇംഗ്ലീഷ് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കാം. എഴുതി പഠിച്ചതുകൊണ്ടോ കാണാതെ പഠിച്ചതുകൊണ്ടോ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പറഞ്ഞ് തന്നെ പഠിക്കണം. അവൻ രാത്രി നേരത്തെ ഉറങ്ങാറില്ല. ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ല. അവൾ എന്നോട് സംസാരിക്കാറില്ല. ഞാൻ പാചകം ചെയ്യാറില്ല. അവൻ ഹൊറർ സിനിമകൾ കാണാറില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡോണ്ട്, ഡസൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ പറയാം എന്നാണ് പഠിച്ചത്. സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ നമ്മൾ വിശദമായി പഠിച്ചു. പ്ലൂരൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഉപയോഗിക്കുക, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ ഡസൻറ്റ് ഉപയോഗിക്കുക, വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.